നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കരിമണൽ ഖനന മേഖലയിൽ സ്വകാര്യ സംയുക്ത സംരംഭകരുടെ അപേക്ഷകൾ പരിഗണിക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ നിരാകരിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവോടെ സ്വകാര്യ സംയുക്ത സംരംഭകരുടെ 29 അപേക്ഷകൾ സർക്കാരിന് പരിഗണിക്കേണ്ടി വരും. കരിമണൽ ഖനനം കേന്ദ്ര വിഷയമാണെന്നും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതമായ അധികാരം മാത്രമേയുള്ളൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ നിന്നും കരിമണൽ ഖനനാനുമതി തേടി സമർപ്പിച്ച അപേക്ഷകൾ 6 മാസത്തിനകം പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കണമെന്ന് 2013 ഫെബ്രുവരി 21 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ജസ്റ്റിസ് ബി ചിദംബരേഷ് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഏറെ വൈകി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് വിധി പുറത്തുവന്ന 1.5 വർഷത്തിനു ശേഷം സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന ആമുഖത്തോടെയാണ് ഡിവിഷൻ ബെഞ്ച് വിധി പുറപ്പെടുവിക്കുന്നത്. കരിമണൽ ഖനനം സംബന്ധിച്ച് വസ്തുതകൾ വിലയിരുത്തിയ ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞതെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ധാതുമണൽ ഖനനം ഒരു കേന്ദ്ര വിഷയമാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതമായ അധികാരമേ ഉള്ളൂവെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നു. ധാതുമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ അനുവദിക്കുന്നതിനോട് കേന്ദ്ര സർക്കാരിന് അനുകൂല നിലപാടാണ്. ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട്. 2008 കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ധാതുമണൽ ഖനന നയം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ സംസ്ഥാന സർക്കാരിന്റെ നയം കേന്ദ്ര നിലപാടിന് വിരുദ്ധമാണെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ മുമ്പാകെയുള്ള 29 അപേക്ഷകൾ പരിഗണിച്ച് തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചു. ഈ ഉത്തരവോടെ കരിമണൽ ഖനന മേഖലയിൽ സ്വകാര്യ മേഖലയെയോ പൊതു സ്വകാര്യ സംരംഭങ്ങളെയോ അനുവദിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ജസ്റ്റിസുമാരായ തോട്ടത്തിൽ ബി രാധാകൃഷ്ണനും ബാബു മാത്യു ബി ജോസഫും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത് നവംബർ 13 റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ MP, ശ്രീ TJ ആഞ്ചലോസ്, ശ്രീ R ചന്ദ്രശേഖരൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ, കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തിലുള്ള ഒരു വിഷയം, അതിൽ സംസ്ഥാനത്തിന് പരിമിതമായ അധികാരങ്ങൾ മാത്രം, അതുകൊണ്ട് കരിമണൽ ഖനനത്തിന് സ്വകാര്യ സംരംഭകരുടെ അപേക്ഷകൾ പരിഗണിക്കണം എന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. കാരണം പരിമിതമായ അധികാരം പരമപ്രധാനമാണ്. അതാണ് പ്രശ്നം. സംസ്ഥാന ഗവൺമെന്റിന് ആറ്റോമിക് മിനറൽ കൺസഷൻ റൂൾസ് അനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ വിവേചനാധികാരമുണ്ട്. ഖനനപ്പാട്ടം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിലാണ്. ആ അധികാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ പൊതുമേഖലയ്ക്ക് മാത്രം കരിമണൽ മേഖലയിൽ ഖനനാവകാശം കൊടുത്താൽ മതി എന്ന ഒരു നയം LDF ഗവൺമെന്റും അതുപോലെ തന്നെ UDF ഗവൺമെന്റും സ്വീകരിച്ച അത്തരമൊരു പശ്ചാത്തലത്തിലാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ നയപരമായ തീരുമാനം എടുക്കാനുള്ള അധികാരം, അവകാശം നിയമപരമായി തന്നെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് തന്നെ സംസ്ഥാന ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള സാഹചര്യത്തിൽ പരിമിതമാണ് എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ള അധികാരമാണ്, അവകാശമാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ സംസ്ഥാന ഗവൺമെന്റിന് വിവേചനാധികാരം വിനിയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ കാഴ്ചപ്പാട്. പിന്നെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ശരിയാണ്. സ്വകാര്യ വ്യക്തികളുടെയും സ്വകാര്യ സംരംഭകരുടെയും അപേക്ഷകൾ കൂടി പരിഗണിക്കണം. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കൈവശം കിട്ടിക്കഴിയുന്ന പരാതികൾ അല്ലെങ്കിൽ അപേക്ഷകൾ പരിഗണിക്കേണ്ട ആവശ്യമാണ്. പരിഗണിച്ചുകൊണ്ട് നയത്തിന് അനുരോധമായിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കണം. എന്താണ് സംസ്ഥാന ഗവൺമെന്റിന്റെ നയം? സംസ്ഥാന ഗവൺമെന്റിന്റെ നയം പൊതുമേഖലയിൽ കരിമണൽ ഖനനം മതി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ സ്വകാര്യ പങ്കാളിത്തമോ പൊതു സ്വകാര്യ പങ്കാളിത്തമോ ആകാം. ഇതാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള, ക്യാബിനറ്റ് അംഗീകരിച്ച് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള വ്യവസായ നയം. ആ ഇൻഡസ്ട്രിയൽ പോളിസി, മിനറൽ പോളിസി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ചട്ടത്തിന്റെയും നിയമത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് പൊതുമേഖലയ്ക്ക് മാത്രമായി ഖനനാവകാശം കൊടുത്താൽ മതിയെന്ന് തീരുമാനമെടുത്താൽ ഒരിക്കലും അത് കോടതിയുടെ നിർദ്ദേശത്തിന് അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനത്തെ നിരാകരിക്കുന്നതാകില്ല. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ വിശദീകരിച്ച് കോടതിയെ ആ കാര്യം ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണുള്ളത്. കാരണം പൊതുമേഖലയ്ക്ക് മാത്രം ഖനനാനുമതി നൽകിയാൽ മതി എന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുന്നതിന് ആധാരമായ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി സമർത്ഥിച്ചുകൊണ്ട് വിത്ത് സ്റ്റേറ്റിംഗ് ഓഫ് റീസൺസ് ആ നിലയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചാൽ തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് നയത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ NK പ്രേമചന്ദ്രൻ, പക്ഷേ അതിന് സംസ്ഥാന സർക്കാർ എത്രത്തോളം എടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കരിമണൽ ഖനനത്തിന്
ചില പ്ലോട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകാം എന്ന തീരുമാനമെടുത്തത്. അന്ന് താങ്കളെപ്പോലുള്ളവർ, അതുപോലെ VM സുധീരനെ പോലുള്ളവർ വലിയ എതിർപ്പുയർന്നു. ആ നടപടി അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് സ്വകാര്യ സംരംഭകർ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ച് 2013 ഇതിനനുകൂലമായ ഉത്തരവ് നൽകി. അതിനെതിരെ അപ്പീൽ പോകുമെന്നായിരുന്നു UDFൻ്റെയും സർക്കാരിൻ്റെയും തീരുമാനം. പക്ഷേ 1.5 വർഷത്തിന് ശേഷമാണ് അപ്പീൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയത്. 1.5 വർഷത്തിന് ശേഷമുള്ള ഈ അപ്പീൽ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ശരിവെക്കുകയും 29 അപേക്ഷകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആ രീതിയിൽ താങ്കൾ ഈ പറഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ അത് സമയത്തിന് ഉന്നയിക്കുകയോ അതിനുവേണ്ടി വാദിക്കുകയോ ചെയ്തോ? അങ്ങനെ വാദിച്ചിട്ടില്ല എന്നാണ് വിധി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ ഞാൻ പരിശോധിച്ചില്ല. കോടതിയുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള ബോധ്യമില്ല. ആ കാര്യം തീർച്ചയായിട്ടും ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുവായ നയത്തിന് അനുരോധമായ നടപടികൾ കോടതി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കണം. കാരണം സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉണ്ടായി, സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടുള്ള വിധി ഉണ്ടായി 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പീൽ ഫയൽ ചെയ്തതെങ്കിൽ, അപ്പീൽ ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് അനുരോധമായിട്ടുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ സമർത്ഥിക്കുന്നതിൽ വീഴ്ച വരുത്തിയെങ്കിൽ, വിധിന്യായം വന്നിട്ട് പോലും സംസ്ഥാന ഗവൺമെന്റോ മന്ത്രിമാരോ വിധിന്യായം വന്ന് 14 ദിവസം കഴിഞ്ഞതിന് ശേഷവും മന്ത്രിമാർ പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ആകെ തന്നെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ദയവായി തുടരുക. ശ്രീ R. ചന്ദ്രശേഖരൻ, ഇന്നിപ്പോൾ കൊല്ലം KMML ഉൾപ്പെടെയുള്ള ആ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ ഇത് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകുന്നതിനെതിരെ യോജിച്ച പ്രക്ഷോഭം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് ട്രേഡ് യൂണിയനുകളുടെ അഭിപ്രായം? ട്രേഡ് യൂണിയനുകൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായൊരു നിലപാട് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. 2-3 വസ്തുതകൾ ഇത് പരിശോധിക്കേണ്ടതാണ്. ഒന്ന്, ഈ കോടതി വിധി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി ഒരു അവസാന വിധിയല്ല. ഇതിനപ്പുറത്ത് സുപ്രീം കോടതിയിൽ പോകാൻ ഗവൺമെന്റിന് സമയമുണ്ട്, സാവകാശമുണ്ട്. അതല്ലെങ്കിൽ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഈ രംഗത്ത് ഈ കരിമണൽ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു നയപരമായ തീരുമാനം ഗവൺമെന്റിന് എടുക്കാൻ കഴിയുന്നതാണ്. ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞതുപോലെ പൊതുമേഖലയിലായിരിക്കണം ഈ ഖനനം എന്ന് കേരളത്തിന്റെ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ തീരുമാനമാണ്. അതിനോട് കേരളത്തിന്റെ പൊതുസമൂഹം യോജിച്ചു നിൽക്കുകയാണ്. തൊഴിലാളി സംഘടനകൾക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായവും അക്കാര്യത്തിലില്ല. പക്ഷേ പൊതുമേഖല ഈ കാര്യക്ഷമമായി ഇത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ, പൊതുമേഖലയ്ക്ക് എത്രത്തോളം ഈ പ്രകൃതിയുടെ ഈ സമ്പത്ത് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ, അതല്ലെങ്കിൽ ചൂഷണം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കാനും നമുക്ക് ബാധ്യതയുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, കൂടുതൽ വ്യവസായവൽക്കരണം കൊണ്ടുവരാൻ കേരളത്തിന്റെ സമഗ്രമായ, കേരളത്തിന്റെ പരിമിതി നമുക്കറിയാം. കേരളം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായി നിൽക്കുകയും കേരളത്തിന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സാധ്യതകൾ എല്ലാം പരിമിതമാണ് എന്ന് നമുക്കറിയുമ്പോൾ പ്രകൃതിയുടെ ഈ സമ്പത്ത് പൊതുമേഖലയെ കൊണ്ട് പരമാവധി ചൂഷണം ചെയ്ത് ആ പ്രദേശത്തും കേരളത്തിനുമാകെയുള്ള പുരോഗതി സംജാതമാക്കാൻ, അത് പ്രദാനം ചെയ്യാൻ ഗവൺമെന്റുകൾക്ക് കഴിയേണ്ടതാണ്. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ കഴിയാതെ വരുന്നു. അവിടെ ജോലി നടക്കുന്നില്ല, അവിടെയുള്ള തൊഴിലാളികൾക്ക് പട്ടിണി, നാട്ടുകാർക്ക് പട്ടിണി, ആ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങളില്ല. അവിടെ ഇതെല്ലാം ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സംഭാവന അത് പരമാവധി നമ്മുടെ നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് എങ്ങനെ വേണം? പൊതുമേഖല മതി, പൊതുമേഖല നടത്തിയാൽ മതി. ഇപ്പൊ ചവറയിൽ IRE കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? KMMLന് പൂർണ്ണമായ തോതിൽ അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇനി വേണ്ട ഒരു സഹകരണ മേഖലയിലെങ്കിലും
ഒരു പുതിയ പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ച് ഇത് പ്രയോജനപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? പുതിയ പുതിയ പദ്ധതികൾ പോലും ഇല്ലാതെ ഇത് നമ്മളിങ്ങനെ കടലമ്മ കൊണ്ടുവെക്കുന്നു. അത് കടലമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ഈ പ്രക്രിയ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേരള സംസ്ഥാനത്തിനെ സ്നേഹിക്കുന്നവർ ഇപ്പൊ ഒരു കേരളത്തിന്റെ ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ പറയേണ്ടി വന്നു കള്ളക്കടത്ത് നടക്കുന്നുണ്ട് എന്ന് കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അപ്പൊ കരിമണൽ പൊതുമേഖലയിൽ നടത്തണമെന്ന് നമ്മളൊക്കെ പറയുമ്പോൾ തന്നെ ട്രേഡ് യൂണിയനുകളും പൊതുജനങ്ങളും ഗവൺമെന്റുമായി ആലോചിച്ച് എന്തുകൊണ്ട് കാര്യക്ഷമമാകുന്നില്ല? ശ്രീ NK പ്രേമചന്ദ്രൻ, ഇതാണ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കരിമണലിൻ്റെ കാര്യത്തിൽ കരിമണൽ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണം. അത് പൂർണ്ണ രീതിയിൽ ഇപ്പോൾ പൊതുമേഖലാ സംരംഭങ്ങൾ, ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനവും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനവും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണതോതിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നില്ല. കാലാനുസൃതമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ പുതിയ മേഖലകളിൽ കടന്നു ചെല്ലൽ, ഇതൊന്നും നടക്കുന്നില്ല. പക്ഷേ കരിമണൽ ഖനനത്തിനെതിരെ പറയുന്നു, അവിടെ കള്ളക്കടത്ത് നടക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ സ്വകാര്യ സംരംഭകരുടെ സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഈ ആർ ചന്ദ്രശേഖരൻ പോലും വിരൽ ചൂണ്ടുന്നത്. പ്രകാശ്, അതെ, ഈ കരിമണൽ കള്ളക്കടത്തിനെ സംബന്ധിച്ച് ശ്രീ ചന്ദ്രശേഖരൻ ഇപ്പൊ പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശക്തമായ നിലപാടുകളാണ് ഗവൺമെന്റ് കരിമണൽ കള്ളക്കടത്ത് തടയാൻ ഇപ്പൊ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ കരിമണൽ കള്ളക്കടത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുമില്ല. ശക്തമായിട്ടുള്ള വിജിലൻസും മോണിറ്ററിംഗും ഈ മേഖലയിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി തന്നെ മുൻകൈയെടുത്ത് വളരെ നേതൃപരമായിട്ടുള്ള പ്രവർത്തനം ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ആ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. രണ്ടാമത്തെ പ്രശ്നം വളരെ ശരിയാണ്. കാരണം IREയും KMML ഉൾപ്പെടെയുള്ള 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഉൽപാദനം നടത്തുന്നില്ല. ഉൽപാദനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയ ഉണ്ടാകുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നാം മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ആ സാമൂഹ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തീരദേശ മേഖലയിൽ അധിവസിക്കുന്ന ലോകത്ത് ഒരു സ്ഥലത്തും ഒരു ഖനന മേഖലയിലും ഇല്ലാത്ത രൂപത്തിൽ ഇത്രയേറെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ജനനിബിഡമായിട്ടുള്ള ഒരു മേഖലയിൽ മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരും അധിവസിക്കുന്ന മേഖലയിലാണ് ഈ ഖനനം നടത്തേണ്ടത്. ആ ഖനനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പൊതുമേഖലാ സ്ഥാപനമായിട്ട് പോലും ആ സാമൂഹ്യ പ്രശ്നങ്ങൾ ഒരു ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് പോലും വിചാരിച്ചിട്ട് നടക്കാത്ത സ്ഥലത്തേക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുമതി കൊടുത്താൽ പരിസ്ഥിതിയെ സംബന്ധിച്ചോ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചോ പുനരധിവാസത്തെ സംബന്ധിച്ചോ എന്ത് താല്പര്യമായിരിക്കും സ്വകാര്യ സംരംഭകരെടുക്കുക? IREയുടെയോ KMMLന്റെയോ വീഴ്ചയോ കുറ്റമോ അല്ല ഖനന പ്രക്രിയ, അല്ലെങ്കിൽ ആവശ്യാനുസൃതമായിട്ടുള്ള മണ്ണ് ലഭ്യമാക്കാൻ അവസരമുണ്ടാക്കുന്ന ടെക്നോളജി ഇല്ലാഞ്ഞിട്ടല്ല, മാൻ പവർ ഇല്ലാഞ്ഞിട്ടല്ല, അതിനാവശ്യമായിട്ടുള്ള വിൽ പവർ ഇല്ലാഞ്ഞിട്ടല്ല. മറിച്ച് ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രശ്നമാണ്. ഒരു സ്വകാര്യവൽക്കരണത്തിലൂടെ ഈ മേഖല തുറന്നു കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന അരാജകത്വം, അതുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ, അത് വളരെ വലുതായിരിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയം, മറ്റൊരു സാമൂഹ്യ പ്രശ്നമാണ്. അതുകൊണ്ട് IRE, KMML തുടങ്ങിയ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രധാനമായും ഈ സ്രോതസ്സിനെ ആശ്രയിച്ചിട്ട് മാത്രമാണ്. ഈ പറയുന്ന കരിമണൽ മേഖലയെ ആശ്രയിച്ചിട്ട് മാത്രമാണ് ഏതാണ്ട് 8,000-ഓളം തൊഴിലാളികൾ പ്രത്യക്ഷമായും പരോക്ഷമായും ചവറയിൽ അതുപോലെ കരുനാഗപ്പള്ളിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിലാളികളുടെ ജീവിതവും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നിലനിൽപ്പും അതിന്റെ അസ്തിത്വവും തകരുമെന്നുള്ള ഒരു പ്രശ്നം, തീരദേശ മേഖലയിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ മറ്റ് 2 പ്രശ്നം. ഈ 2 പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാട് ഈ കാര്യത്തിൽ ശ്രീ NK പ്രേമചന്ദ്രൻ, സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നടന്നിട്ടുണ്ട്? ഇപ്പോൾ 2005-ൽ UDF സർക്കാർ സ്വകാര്യ സംരംഭകർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ എതിർപ്പുയർന്നു, മാറ്റിവെച്ചു. ഹൈക്കോടതിയിൽ സമയത്തിന് ഇടപെടാനോ അപ്പീൽ കൊടുക്കാനോ താങ്കൾ ഈ പറഞ്ഞ സാമൂഹ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുൾപ്പെടെ ഉന്നയിക്കാനോ, അതുപോലെ തന്നെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന കാര്യം കൃത്യതയോടുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊരു നയമാക്കി മാറ്റാനോ ഒന്നും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല. തൊഴിലാളി സംഘടനകളാകട്ടെ ഇതിലേക്ക് ലക്ഷ്യം വയ്ക്കുന്ന ഇപ്പോൾ CMRL പോലുള്ള ആലുവയിലെ സ്വകാര്യ സംരംഭകർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുക്കുന്നു. അങ്ങനെ സർക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം ഒരുപോലെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കഴിഞ്ഞ 10-15 വർഷമായി ഇത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയില്ല എന്നല്ലേ ആവർത്തിച്ച് പല കോണുകളിൽ നിന്ന് ഉയരുന്ന ഇത്തരം തീരുമാനങ്ങൾ കാണിക്കുന്നത്?
അതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലം കൊണ്ട് കേരളം തെളിയിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള, ട്രേഡ് യൂണിയൻ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള വിശാലമായ കൂട്ടായ്മ കരിമണൽ സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായി ഉണ്ടായ ഘട്ടങ്ങളിൽ പോലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പൊതു താല്പര്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പൊതുമേഖലയുടെ സംരക്ഷണത്തിനാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് ശക്തമായ നിലപാട് സ്വീകരിച്ചു. എനിക്കറിയാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് വേണം, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, KPCC, ഈ കാര്യത്തിൽ എന്താ പൊതുനയം? KPCCയുടെ പൊതുനയം പൊതുമേഖലയിൽ കരിമണൽ ഖനനം മതി എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM അംഗീകരിച്ചിട്ടുള്ള പൊതുനയം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്തത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ആ സമരം ഉദ്ഘാടനം ചെയ്തത്. CPMന്റെ നയം, CPIയുടെ നയം, RSPയുടെ നയം, അതുപോലെ എല്ലാ മുന്നണിയിലെ കക്ഷികളും അവരുടെ വ്യക്തമായ നയം എന്ന നിലയിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് LDFന്റെയും UDFന്റെയും നയമായി ഈ നിലപാട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നയത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴൊക്കെ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരാറുണ്ട്, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാറുണ്ട്, തൊഴിലാളി സമരങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതുകൊണ്ട് ആ തൊഴിലാളി സമരങ്ങളുടെയും ജനകീയ പ്രതിഷേധത്തിന്റെയും ഭാഗമായിട്ടാണ് ഉത്തരവ് പോലും പിൻവലിച്ചുകൊണ്ട് പഴയ നിലപാടിലേക്ക് പോകാൻ ഗവൺമെന്റുകളൊക്കെ തന്നെ സന്നദ്ധമാകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും നല്ല ശുഭപ്രതീക്ഷയാണ്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ നിലപാട് മാറ്റണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്യസന്ധമായി ജനങ്ങളോട് പറയണം, ശരിയല്ല, സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനം കൊടുക്കുന്നതാണ് കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഈ നിലപാടിലേക്ക് പോകണം. താങ്കളിലേക്ക് തിരിച്ചെത്താം, ദയവായി തുടരുക. ശ്രീ TJ ആഞ്ചലോസ്, കൊല്ലം ജില്ലയുടെ തീരദേശ മേഖലയിൽ കരിമണൽ ഖനനം നടത്തുന്നത് ഇപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷേ ആലപ്പുഴയാണ്, അതാണ് പ്രധാനമായിട്ടും കരിമണൽ ലോബി എന്ന് പറയുന്ന ഈ സ്വകാര്യ സംരംഭകർ ലക്ഷ്യം വെക്കുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഡിവിഷൻ ബെഞ്ചിൻ്റെ ഈ ഉത്തരവ് അത് എത്രത്തോളം അവിടുത്തെ ജനങ്ങളെ ബാധിക്കും? അവിടെ നിന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഇതിനെതിരായി രംഗത്ത് വരുമോ? തീർച്ചയായും ഇപ്പോൾ കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് അയ്യാറിയും KMMലും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖനനമാണ് നടക്കുന്നത്. അവിടെ ഇനി സ്വകാര്യ മേഖലയ്ക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ലക്ഷ്യം വെക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കരിമണൽ ഖനനത്തിനെതിരെ വളരെ ശക്തമായി ഉയർന്നു വന്ന കഴിഞ്ഞ UDF ഭരണകാലഘട്ടത്തിലെ സമരം, ആ സമരം തുടങ്ങാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകളുടെ തീരപ്രദേശത്ത് ഒന്നിലധികം സ്വകാര്യ കമ്പനികൾ, അത് സ്വദേശത്ത് പ്രവർത്തിക്കുന്നതും വിദേശ ബന്ധവുമായിട്ടുള്ള ഒട്ടനേകം കമ്പനികൾ വളരെ കുറഞ്ഞ വിലക്ക് ഭൂമി വാങ്ങിയിടുകയുണ്ടായി. അപ്പം ലക്ഷ്യം തന്നെയാണ്. ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഖനനം നടത്തുക എന്നുള്ളതാണ്. പാരിസ്ഥിതിക ദുർബല പ്രദേശമായ ഈ മേഖല, പ്രത്യേകിച്ച് കുട്ടനാടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വരമ്പ് പോലെയാണ് ഈ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പഞ്ചായത്തുകൾ വേമ്പനാട് കായലിനും ഈ കടലിനും ഇടയ്ക്ക് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ആ മേഖലയിൽ ഖനനം പാടില്ല, അത് സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സംയുക്ത മേഖലയിലോ പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് ഏറെക്കുറെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചത്. ഇവിടെ എന്താ സംഭവിച്ചത്? 1.5 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ കൊടുത്തില്ല. അപ്പീൽ കൊടുത്ത് കോടതിയിൽ വാദിച്ചതിനെ സംബന്ധിച്ച് രസകരമായ പല വിവരങ്ങളും വരുന്നുണ്ട്. അതെല്ലാം ഒത്തുകളിയാണ്. ഇതൊന്നും മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തോക്കുന്ന കേസുകൾ, സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ഒട്ടനേകം കേസുകൾ തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ തോറ്റുകൊടുക്കാൻ എന്താ കാരണം? അങ്ങനെ തോറ്റുകൊടുക്കുന്നതിൻ്റെ പിന്നിൽ സാമ്പത്തിക സ്വാധീനമുണ്ടോ? ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം ഈ തീരദേശത്തെ ലക്ഷ്യമാക്കി കടന്നു വരികയാണ്. ഇവർ പ്രചരണം എന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലെ കേരളത്തിന് ലഭ്യമായ പ്രകൃതിയുടെ സമ്പത്താണ്, വരദാനമാണ് കരിമണലെന്ന് ഒരു അടിസ്ഥാനവുമില്ല. കാരണം ഇത് നടത്തി എത്രയോ നാളുകളായി കൊല്ലം ജില്ലയിൽ നടത്തി. അവിടെ ഗൾഫ് മേഖലയായില്ലല്ലോ, അവിടെ സോമാലിയ പോലെയല്ല. ഇപ്പൊ കണ്ടാലും അറിയാം, ആ തീരദേശം വിട്ടുപോയ ജനതയുടെ ജീവിതം അതാണ്. തൊഴിലുപേക്ഷിച്ച്, വീടുപേക്ഷിച്ച്, നാടുപേക്ഷിച്ച് പോയ ആളുകളുടെ പ്രശ്നം. പക്ഷെ അതൊരു പൊതു താല്പര്യം, പൊതുമേഖല എന്നുള്ള കാര്യത്തിൽ നമ്മളെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഇത്തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് ഇത് കവർന്നെടുക്കുവാൻ വേണ്ടിയുള്ള സംഘടിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ നൽകാൻ തയ്യാറാകണം. സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം അതിന്മേൽ വിനിയോഗിക്കണം. ഒരു കാരണവശാലും
സ്വകാര്യ മേഖലയോ പൊതുമേഖലയോ സംയുക്ത മേഖലയോ ഈ ആലപ്പുഴയുടെ തീരപ്രദേശത്ത് ഖനനം നടത്തുവാൻ തീരദേശവാസികൾ ഒരിക്കലും അനുവദിക്കില്ല. പക്ഷേ ശ്രീ ടി ജെ ആഞ്ചലോസ്, സംസ്ഥാന സർക്കാരിനെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ജനയുഗം, താങ്കളുടെ പാർട്ടിയുടെ മുഖപത്രം, ആ ജനയുഗത്തിൽ കരിമണൽ ഖനനത്തിന് അനുകൂലമായി ലേഖനം പ്രത്യക്ഷപ്പെടുക, അതിൻ്റെ പേരിൽ പാർട്ടി നടപടി ഉണ്ടാവുക. അപ്പോൾ ഏതാണ്ട് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഏതാണ്ട് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നയരൂപീകരണത്തിൽ സ്വാധീനമുള്ളവരെയും അതിനെ കരിമണൽ ലോബി സ്വാധീനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മാറി മാറി വന്ന സർക്കാരുകളുടെ കാലഘട്ടത്തിൽ തുടർച്ചയായി ശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ വീഴ്ചകൾ ഉണ്ടാകുന്നു, അവർക്ക് വേണ്ടി സമരം നടത്താൻ ആളുണ്ടാകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് പരിസ്ഥിതി, സാമൂഹ്യ പ്രശ്നം, അതുപോലെ തന്നെ പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തികൾ കൊള്ളയടിക്കുന്ന സാഹചര്യം, ഇതെല്ലാം മറന്നുകൊണ്ട് ഇത്തരമൊരു ഐക്യം രൂപപ്പെടുന്നത്? അല്ല, ജനയുഗത്തിൽ വന്നതിൽ ലേഖനമല്ല, ഒരു വാർത്തയാണ്, ഒരു ലേഖകന്റെ ഒരു വാർത്തയായിട്ട് വന്നതാണ്. അതിന്മേൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനു മുമ്പും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയം, അതിനു മുമ്പ് കഴിഞ്ഞ കൊല്ലത്ത് ചേർന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രമേയം, ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ പ്രമേയം, അതിലെല്ലാം ഇത്രയും വ്യക്തമായി വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയം പരാമർശിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളാണ് ഉന്നതമായ വേദികൾ. അവിടെ അംഗീകരിച്ച പ്രമേയത്തിലാണ് ഈ തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തുകളിൽ സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സംയുക്ത മേഖലയിലോ ഖനനം പാടില്ല എന്നുള്ള ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള. അത്രയും ഉറച്ച നിലപാട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അത്രയും ശക്തമായ നിലപാടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിച്ചത്. ശ്രീ ആർ ചന്ദ്രശേഖരൻ, കൊല്ലം ജില്ലയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം നടത്തുന്നു. ഇനിയിപ്പോൾ അവിടെ സ്വകാര്യ മേഖലയ്ക്ക് സാധ്യതയില്ല. ശ്രീ ടി ജെ ആഞ്ചലോസ് പറയുന്നു, ആലപ്പുഴയിൽ അവിടെ പൊതുമേഖലയും വേണ്ട സ്വകാര്യ മേഖലയും വേണ്ട, അവിടെ പരിസ്ഥിതി പ്രശ്നമുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ? കേവലം തൊഴിലിൻ്റെ മാത്രം പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് സ്വകാര്യ സംരംഭകർക്ക് വേണ്ടി സമരം നടത്തുക, അതുപോലെ തന്നെ സ്വകാര്യ മേഖല കൂടി കടന്നു വന്നാൽ മാത്രമാണ് ഈ കരിമണൽ പൂർണ്ണമായിട്ടും അതിനെ ഒരു ഉൽപ്പാദനപരമായി വിനിയോഗിക്കാൻ കഴിയുക. ഇത്തരം കാഴ്ചപ്പാടുകൾ തിരുത്തി സാമൂഹ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും അതുകൂടി കണക്കിലെടുക്കേണ്ട ഒരു സാഹചര്യമില്ലേ? പ്രസാദ്, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പ്രസാദ് പറഞ്ഞ ഒരു വാക്ക്, ട്രേഡ് യൂണിയനുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും മുഴുവൻ വിലക്കെടുത്തുകൊണ്ട് സ്വകാര്യ മേഖല എന്തോ ഒരു വലിയ ഒരു കച്ചവടം നടത്തുന്നു എന്ന് പറഞ്ഞ ആ വാക്ക് ഒട്ടും ഈ നമ്മുടെ ചാനൽ ഡിസ്കഷന് ചേർന്നല്ല. ഒന്ന്, ഞാൻ ഒരു ട്രേഡ് യൂണിയൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല ഇവിടെ പറഞ്ഞത്. അവിടുത്തെ പ്രേമചന്ദ്രൻ ഉന്നയിച്ച സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങൾ അതൊന്നും പറയാതെ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, ട്രേഡ് യൂണിയനുകൾ എന്തോ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് ഖനനം ഏറ്റെടുത്ത് കൊടുക്കാൻ നടക്കുക, അങ്ങനല്ല. ഞാൻ ആദ്യം പറഞ്ഞത്, സുപ്രീം കോടതിയിൽ കേരള ഗവൺമെന്റിന് അപ്പീൽ പോകാം, കേരള ഗവൺമെന്റ് അതിന് വേണ്ട നടപടികൾ നീക്കണം. 2, എന്തുകൊണ്ട് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? പ്രേമചന്ദ്രൻ പറയുന്നത് അവിടുത്തെ ജനനിബിഡമായ പ്രദേശത്തെ സാമൂഹ്യ പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലല്ലോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടക്കണമെങ്കിൽ അവിടുത്തെ തൊഴിലാളികളുടെ, അവിടുത്തെ ജനങ്ങളുടെ, അവിടെ കരിമണൽ മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന ജനനിബിഡമായ പ്രദേശത്തെ ജനങ്ങളുടെ അവരുടെ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമല്ലോ. ഇത്രയും കാലം ഞാൻ പറയുന്ന എന്റെ രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇത്രയും കാലം പൊതുമേഖലാ സംരംഭങ്ങൾ നമ്മൾ നോക്കി നിൽക്കുകയാണ്. പൊതുമേഖലയിൽ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ പൊതുമേഖലയിൽ മതി എന്ന് നമ്മളെല്ലാവരും ഹിമാലയത്തിൽ കയറി നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? അപ്പൊ പൊതുമേഖലയ്ക്ക് വീഴ്ചകളുണ്ടെങ്കിൽ പരിഹരിക്കണം. പൊതുമേഖലയ്ക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പരിഹാരമുണ്ടാക്കണം. പൊതുമേഖലയുടെ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് അത് പരിഹരിച്ചെടുക്കാൻ കഴിയണം. ഇത് കടലമ്മ തരുന്ന അല്ലെങ്കിൽ പ്രകൃതി തരുന്ന ഈ സമ്പത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ശ്രീ ടി ജെ ആഞ്ചലോസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞ വാദത്തിനുള്ള മറുപടി? ഞങ്ങളുടെ നിലപാടാണ് പറഞ്ഞത്. അത് വളരെ പെട്ടെന്ന് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ചതല്ല. എത്രയോ നാളുകളായി നമ്മുടെ നാട്ടിലെ പൊതുമേഖലയെ സംബന്ധിച്ച്, ധാതുമണൽ ഖനനം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, മറ്റു മേഖലകളിലെ ഖനനത്തെ സംബന്ധിച്ചെല്ലാം
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന നയമാണത് പറഞ്ഞത്. അതിപ്പോൾ കേന്ദ്രത്തിലൊരു നയം, സംസ്ഥാനത്തിലൊരു നയം എന്നുള്ള തരത്തിലുള്ള അത്തരം വ്യത്യസ്തമായ നയങ്ങളൊന്നുമില്ല അക്കാര്യത്തിൽ. ഇപ്പം കേന്ദ്രത്തിൽ തന്നെ കോൺഗ്രസ് 44 അംഗങ്ങളായി പ്രതിപക്ഷത്ത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇത്തരം മേഖലകളിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ബഹിരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും സ്വദേശ സ്ഥാപനങ്ങൾക്കും നമ്മുടെ പ്രകൃതി സമ്പത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള വൻതോതിൽ അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന്മേലാണ് ഇന്നത്തെ പരമോന്നത നീതിപീഠം ഇടപെട്ട് ഒരുപാട് ഉത്തരവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വർത്തമാനകാല ഇന്ത്യ ചർച്ച ചെയ്യുന്ന വിഷയമാണത്. എന്ന് പറഞ്ഞാൽ അത്തരം നയസമീപനങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കുക, അതിന്മേൽ വൻതോതിൽ ഈ പറയുന്നത് പോലെ വിദേശ കുത്തകൾക്കും സ്വദേശ കുത്തകൾക്കും ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കാതിരിക്കുക. അത് ദീർഘനാളുകളായി സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ നമ്മുടെ രാജ്യത്ത് തുറന്നു വരുന്ന ഒരു നയമല്ലേ. ആ നയത്തിൽ നിന്ന് മാറിയതിൻ്റെ തിരിച്ചടിയാണെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ നയത്തിൽ നിന്ന് മാറിയാൽ കേരളത്തിലും ആ തിരിച്ചടി ഉണ്ടാകും. ആ നയത്തിൽ നിന്ന് മാറാൻ ജനങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരും. അതാണ് വളരെ നന്ദി ശ്രീ ടി.ജെ. ആഞ്ചലോസ്, ശ്രീ N.K. പ്രേമചന്ദ്രൻ, ശ്രീ R. ചന്ദ്രശേഖരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.